ആ അടിപൊളി, ഞാൻ വരച്ച കുരങ്ങനെ കണ്ടോ? എന്തുവാണ് ഈ പഴത്തുള്ളിയേറിയ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? പഴം കുരങ്ങനെ ഇഷ്ടല്ലേ? കുരങ്ങനേക്കാൾ വികൃതി കാണിക്കുന്ന ഇപ്പൊ നിങ്ങളാണ്. ഇനി എന്തെങ്കിലും സാധനം ഇങ്ങോട്ട് എറിഞ്ഞാലുണ്ടല്ലോ. സോറി സോറി, മനഃപൂർവ്വം എന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയതാ. നീയൊക്കെ ഇനി ഒറ്റ പഴം പോലെ എറിഞ്ഞു പോരുത്. ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചേക്കുന്നു, ഇനി ഞാൻ ക്ഷമിക്കില്ല. കൂട്ടുകാരായ കാരണം രണ്ടാമതും ക്ഷമിച്ചേക്കുന്നു, ഇനി ആവർത്തിക്കല്ലേ. പഴം ആപ്പിളൊക്കെ കൊള്ളാം, പക്ഷെ പൈനാപ്പിൾ മുള്ളുണ്ട് കേട്ടോ. എല്ലാ പഴങ്ങളും ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെ വിടുമ്പോ നല്ല മിസ് ഫ്രൂട്ടിന്റെ സ്മെല്ല് വരും. നമുക്ക് പോവാം. ഡ്രൈവർമാര് ട്രാഫിക് സിഗ്നൽ തെറ്റിക്കുന്ന പോലെ ഇവന്മാര് എന്റെ വാക്കിന് ഒരു വിലയും കൊടുക്കുന്നില്ല. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് ഇവന്മാരെ എങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ. ഇവന്മാരെ എന്റെ വഴിക്ക് വരുത്താൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും. ചിന്തിക്ക് മോനെ, ചിന്തിക്ക്. ഐഡിയ ഇനിയാണ് മോനെ കളി. ലെറ്ററോ? ഇത് കളഞ്ഞേക്ക് ചേട്ടാ, നമുക്കിത് വേണ്ട. വീട്ടിൽ ഒരുപാടെണ്ണം ഉണ്ട്. എടാ മന്ദബുദ്ധി, ഇത് ചെരിപ്പല്ല, കത്താണ്. വീട്ടിൽ ഒരുപാടുണ്ടെങ്കിൽ എടുത്ത് ദൂരേക്കളെ. തുറന്ന് വായിച്ചു നോക്കാം എന്താ എഴുതിയിരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ട കൊച്ചുമോന്, ബാമ്പു ഒപ്പുപ്പൻ എഴുതുന്നത്. മോന് സുഖമാണോ? പറയൂ. നീ എന്താ മിണ്ടാതിരിക്കുന്നത്? ആ പറയൂ. അയ്യോ സോറി, ഞാൻ കത്താണ് എഴുതുന്നതല്ലേ. ഈ ഭാഗം നീ വായിക്കണ്ട. നിന്റെ കൂട്ടുകാർ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ. മാത്രമല്ല അവർ നിനക്കൊരു ശല്യം ഉണ്ടാക്കാറില്ല. അവരുടെ ജോലികൾ മാറ്റിവെച്ച് നിന്നെ നിന്റെ ജോലിയിൽ സഹായിക്കാറുമുണ്ട്. അതുകൊണ്ട് ഞാൻ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി പലഹാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇനി അവർ നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നീ എന്നോട് പറയണം. ഞാൻ ആ പലഹാരങ്ങൾ കടക്കാരന് തന്നെ തിരിച്ചു കൊടുക്കാം. എന്ന് നിന്റെ സ്വന്തം ബംബു അപ്പൂപ്പൻ. ജിലേബിയും പലഹാരങ്ങളും വരുന്നുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ സ്ഥലമുണ്ടാക്കി വെക്കാം. ജിലേബിയും പലഹാരങ്ങളും കിട്ടണമെങ്കിൽ നമ്മൾ അവനെ സന്തോഷിപ്പിക്കണം. നമ്മൾ അവനെ ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് ലെറ്റ അവന്റെ അപ്പൂപ്പനോട് പറഞ്ഞാൽ പലഹാരങ്ങൾ നമുക്ക് തരാതെ അപ്പൂപ്പൻ തിരിച്ചു പോയേക്കാം. കുറച്ചൊക്കെ നമുക്ക് സന്തോഷിപ്പിക്കാം. കുറച്ചെങ്കിലും പലഹാരം കിട്ടുമല്ലോ. തലയ്ക്കകത്ത് ആൾ താമസമില്ലാത്ത നീ അങ്ങനെ തന്നെ സംസാരിക്കും. ഒന്നും മിണ്ടാതിരുന്നേ. അയ്യോ, ഇവിടെ പെയിന്റ് വീണല്ലോ. കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ തന്നെ വൃത്തിയാക്കാം. ഇതിലെന്താ ഇത്ര വലിയ കാര്യം? ഇത് വെറും പെയിന്റ് അല്ലേ. ഇന്ന് വൃത്തിയേടാവും, നാളെ വൃത്തിയാവും, മറ്റന്നാള് വീണ്ടും വൃത്തിയേടാവും. ഇല്ല ചേട്ടാ, ഞാൻ ആർക്കും ഒരു ഭാരമാകാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. നിനക്കറിയാമോ, നീ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ നിന്റെ പെടലി കോച്ചി പിടിച്ചാ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് വൃത്തിയാക്കാൻ പോകുന്നത് ഈ ഗോലിച്ചേട്ടനാണ്. നിനക്ക് വൃത്തിയാക്കി എന്താ? ചേട്ടനല്ലേ അവന്റെ യഥാർത്ഥ കൂട്ടുകാരൻ. അതുകൊണ്ടാ ഞാൻ ചേട്ടന്റെ പേര് പറഞ്ഞത്. അയ്യോ, ടിവിയിൽ എനിക്ക് ഡാൻസ് ഷോ കാണുമായിരുന്നു. അയ്യോ, കറണ്ട് പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? എടാ, നീ ഞങ്ങളുടെ ചങ്ക് കൂട്ടുകാരനല്ലേ. കറണ്ട് ഇല്ലെങ്കിലും നിനക്ക് ഞങ്ങള് ഡാൻസ് കാണിച്ചു തരും. എടാ ഗുണ്ടേ, പോയി ഡാൻസ് കളിക്ക്. ചേട്ടനെന്താ കളിച്ചാല്? എടാ, തരേണ്ടത് തരേണ്ട സമയത്ത് നിനക്ക് തരേണ്ട പോലെ തന്നോളാം. കാലി വെക്കാൻ ഒരു സ്റ്റൂൾ ഉണ്ടായിരുന്നെങ്കിൽ. ഓ, ഞാൻ ആർക്കും ഒരു ഭാരമാകുന്നില്ല. ഞാൻ ദേ വന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ആ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്നിട്ട് ആ കറണ്ടുകാരനെ ഓടിച്ചിട്ട് തല്ലാൻ. ഇപ്പൊ തന്നെ കറണ്ട് കളയണമായിരുന്നോ? എടാ മക്കളെ, ഇന്ന് നിന്നെയൊക്കെ എന്റെ കൈകളിലിട്ട് ഇങ്ങനെ അമ്മാനമാടും. നല്ല ദാഹം. ഞാൻ തന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ? കാരണം ഞാൻ ആർക്കും ഒരു ഭാരമാകാൻ ആഗ്രഹിക്കുന്നില്ല. ഏത് ജ്യൂസാ വേണ്ടത്? ഏതാ വേണ്ടത്? ഏത് ജ്യൂസ് കുടിക്കാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് മാതള ജ്യൂസ് കുടിക്കണം. ഇതെന്താ മഞ്ഞ കളറില്ലാത്ത? മഞ്ഞ കളറുള്ളത് മഞ്ഞളിട്ട പാലിലാണ്. എന്നാ അത് കൊണ്ടുപോവാ. ഇതിനെന്താ തണുപ്പില്ലാത്ത? തണുപ്പ് കോൾഡ് ഡ്രിങ്കിനല്ലേ. എന്നാൽ അത് കൊണ്ടുപോവാ. ഇത് ഞാൻ ഫോർക്ക് വെച്ചെങ്ങനെ കഴിക്കുക? ഫോർക്ക് വെച്ച് നൂഡിൽസാ കഴിക്കാറ്. എന്നാ നൂഡിൽസ് കൊണ്ടുപോവാ. പക്ഷെ നിനക്ക് ദാഹിക്കുന്നു എന്നല്ലേ പറഞ്ഞത്?
എന്നാ പിന്നെ പോയി മാതളത്തിന്റെ ജ്യൂസ് കൊണ്ടുവാ. കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിക്കണം മണ്ട. എന്റെ കാര്യത്തിൽ നിനക്ക് ഒരു ശ്രദ്ധയില്ല. ശ്രദ്ധയുണ്ട്, ഒരുപാട് ശ്രദ്ധയുണ്ട്. ചേട്ടാ ജിലേബി, പലഹാരങ്ങൾ, ബംബു അപ്പൂപ്പൻ. എന്തായാലും നീ ഓർമ്മിപ്പിച്ചത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇവനെ പഞ്ഞി കിട്ടാന്. എന്താ പറഞ്ഞേ? പഞ്ഞിയോ? പഞ്ഞിയല്ല, കഞ്ഞി. അകത്ത് അടുപ്പത്ത് കഞ്ഞി ഉണ്ടെന്നാ പറഞ്ഞ്. ഇത് കഴിഞ്ഞിട്ട് വേണം കഞ്ഞി വെക്കാൻ. ഓ അങ്ങനെയാണോ? വാ എന്നാ നമുക്ക് ഒളിച്ച മാത്ത കളിക്കാം. ഞാൻ ഒളിക്കാം, നിങ്ങൾ എന്നെ കണ്ടുപിടിക്കേ. ആ നീ ഒന്ന് ഡാൻസ് നിർത്ത്. നീ അവനെ മനഃപൂർവ്വം തേടി കണ്ടുപിടിക്കരുത്. കളിയിൽ തോറ്റ അവൻ കരയും. അവൻ കരഞ്ഞ ബംബു ഒപ്പനും ദേഷ്യം വരും. ബംബു ഒപ്പന് ദേഷ്യം വന്നാൽ ജിലേബിയും പലഹാരങ്ങളും നമുക്ക് കിട്ടില്ല. മനസ്സിലായോ? ഞാൻ ഡാൻസ് നിർത്തണമെന്നല്ലേ? എടാ മണ്ട, ഒളിച്ചു കളിയിൽ അവനെ ജയിപ്പിക്കണം. ലെട്ടേ, ഇത് എവിടെ ഒളിച്ചിരിക്കുന്നേ? കാണാൻ പറ്റുന്നില്ലല്ലോ. എവിടെയാണോ നീ? നീ എവിടെ പോയി ലെട്ടേ? കാണുന്നില്ലല്ലോ. ഒളിച്ചു കളിയിൽ നീ 6ഉം 4ഉം അടിക്കുന്നുണ്ടല്ലോ ലട്ടാ. കൊള്ളാം. എടെ ചെറുക്കാൻ 6 4 ഒക്കെ ക്രിക്കറ്റിലല്ലേ? അപ്പൊ പിന്നെ ഒളിച്ചു കളിയിൽ എന്താ? ആ എട് 6 4 എന്തെങ്കിലും ആട്ടെ. ലെട്ടാ, നീ എവിടെ ഒളിച്ചിരിക്കുന്നത്? എന്ത് പറ്റി? ഒന്നുമില്ല, സ്റ്റൂളിലൊന്ന് തട്ടിയതാ. ലാത്തിയെ ഒരിടത്തും കാണുന്നില്ലല്ലോ. നിനക്കെന്താ പറ്റിയേ? ഒന്നുമില്ല, പാത്രത്തിൽ തട്ടി വീണതാ. വേഴാമ്പലും മഴ വരാൻ കാത്തിരിക്കുന്നത് പോലെയാ ലാത്തിയുടെ അപ്പൂപ്പൻ വരാൻ നമ്മൾ കാത്തിരിക്കുന്നതല്ലേ. എടാ നിനക്കറിയോ, കഷ്ടപ്പാടിന്റെ ജിലേബി മധുരം ഉള്ളതായിരിക്കും. കഷ്ടപ്പാടിന്റെ ബലം നല്ലതായിരിക്കുന്നല്ലേ. ലെട്ടയുടെ അപ്പൂപ്പൻ വരാൻ നമ്മളിവിടെ കാത്തിരിക്കുന്നതല്ലേ. എന്നാ ഞാനേ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. കാരണം ഞാൻ ആർക്കും ഒരു ഭാരമാകുന്നില്ല. എടാ നീ ഇന്ന് എന്ത് ചെയ്താലും ഞങ്ങൾ നിന്നെ ഒന്നും പറയില്ല. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഞങ്ങൾ നിന്നോട് ദേഷ്യപ്പെടുമില്ല, വഴക്കും പറയില്ല. ഞങ്ങൾ നിന്റെ ചങ്കുകളല്ലേ. അങ്ങനെയാണോ? ഞാൻ നിങ്ങളുടെ ഫേവറേറ്റ് ഷർട്ട് കയറിയാലും കുഴപ്പമില്ല. ഇല്ല. പാമ്പോ അപ്പൂപ്പനോ? മോനെ, കഴിഞ്ഞ ആഴ്ച നിന്നെ കാണാൻ ഞാൻ ഇറങ്ങിയതാ. ഇന്നാ എനിക്ക് ഇവിടെ നിന്ന് എത്താൻ പറ്റിയ. ഒരു മിനിറ്റ്, ജിലേബിയും പലഹാരങ്ങളും വാങ്ങാൻ ഒരാഴ്ച എടുത്തോ? ബസ്സിന് കൊടുക്കാൻ കാശില്ലായിരുന്നു മക്കളെ, അതുകൊണ്ട് നാളെന്നാ വന്നേ. ഓഹോ, ബസ്സിന് കൊടുക്കാനുള്ള പൈസയൊക്കെ ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നല്ലേ അപ്പൂപ്പൻ. ഏത് ജിലേബി, ഏത് പലഹാരം? നിങ്ങൾ രണ്ടുപേരും ആരാ? ഞങ്ങൾ അപ്പൂപ്പന്റെ ഒരേ ഒരു ചക്കര പേരക്കുട്ടി ലട്ടയുടെ കൂട്ടുകാരാണ്. ഞങ്ങൾ അവനെ നല്ലപോലെ നോക്കിയ അപ്പൂപ്പൻ ഞങ്ങൾക്ക് ജലേബിയും പലഹാരങ്ങളും ഒക്കെ കൊണ്ടുതരാന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൂപ്പൻ ഈ കത്തിൽ എഴുതിയിരുന്നല്ലോ. വേടാ ചെറുക്ക, എന്റെ കയ്യിൽ നല്ല 1-ാം തരം മൊബൈൽ ഉണ്ട്. പിന്നെന്തിനാ ഞാൻ കത്തെഴുതുന്നേ? ഒരു മിനിറ്റ്, ഇത് ലട്ടയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ. അപ്പൊ ഇതിന്റെ അർത്ഥം ഇതിന്റെയൊക്കെ പുറകില് ലെട്ടയാണല്ലേ. കൂടെ നടന്നിട്ട് എനിക്ക് തന്നെ നീ പണി തന്നല്ലേ. എന്റെ അപ്പൂപ്പൻ പട്ടാളത്തിലാ. ഇന്ന് നിന്നെ ഞാൻ പഞ്ഞിക്കിടൂടാ. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ലേ. ജിലേബി ലഡുവൊക്കെ ഞാൻ വാങ്ങിത്തരാം.